അസ്സലാമലൈക്കും. ഫേസ്ബുക്ക് തോണ്ടിയപ്പോൾ കണ്ടതാണ് ഈ ഒരു മൗലവിനെ. പഴയകാല മുജാഹിദ് മൗലവിമാര് നബിദിനാഘോഷത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ സുന്നി പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി വെക്കാറുണ്ട്. അതിൽ നമ്മളെന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായില് അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആ പുസ്തകം ഒന്നെടുത്ത് വായിച്ചതാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഈ മൗലവി തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതൊന്ന് കാണിക്കാം. മുജാഹിദീങ്ങളുടെ മാസിക പണ്ടത്തെ താരീഖുൽ മൗലിദി വഹുക്മുഹു. താരീഖുൽ മൗലിദി, മൗലിദിന്റെ ചരിത്രം, വഹുക്മുഹു, അതിന്റെ വിധിയും. അതാ ലേഖനം തന്നെ. ഈ കെ കുഞ്ഞമ്മദ് മൗലവി. ആ മൗലവി ഈ മൗലവിന്റെ വലിയ നേതാവ്, പഴയകാല നേതാവ്. താരീഖുൽ മൗലിദി വഹുക്മുഹു, മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും. പറഞ്ഞെന്താ? തുടക്കം മൂല്യമാര് വായിക്കും. റബീഉൽ മാസം തുടക്കം മൂല്യമാര് വായിക്കും, എന്നിട്ട് കുറച്ച് മറച്ചു പിടിക്കും എന്നാണ് മൂപ്പര് സമർത്ഥിക്കുന്നത് കേട്ടോ. ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കയില്ല. ബാക്കി വായിക്കൂല. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്ത് മുഴുക്കയും ഉണ്ട് നബിദിനം ആഘോഷിക്കൽ എന്നതിന് പറയുന്നു. അപ്പൊ ബാക്കി വായിക്കുമ്പോ മൗലിദ് ആഘോഷം പാടില്ല എന്ന് പറയുന്നുണ്ടാവുക. ഏതായാലും നിങ്ങൾ വായിക്കട്ടാ, ബാക്കി വായിക്കേ. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇനി ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അവിടെ നിർത്ത്. കണ്ടോ? അപ്പൊ ലോകത്ത് മുഴുവനും ഇതുണ്ട് ഓലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കും. ലോകത്ത് ഇല്ല എന്നിട്ട് പറഞ്ഞിക്കണോ നോക്കാം. തെറ്റാന്ന് പറഞ്ഞിക്കണോ നോക്കാം. വാചകം എന്താ? എന്നാൽ കണ്ടോ, എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണോ പറയണത്? നിങ്ങൾ വായിക്കേ. എന്നാൽ അതവിടെ തുടങ്ങണത്, അത് വായിക്കൂല. ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മയ്ക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹപ്രകടനമാണ് റബീഉൽ അവ്വലിൽ നമ്മളൊക്കെ നടത്തുന്നത്. അതന്നെയുള്ള അതിന് ശേഷമുള്ളത് അല്ലേ? ഓക്കെ, ബാക്കി വെച്ചോളി. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. നബിദിനാഘോഷം കൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയൊരു ചുരുങ്ങും എന്ന് പറയുന്നത് ഇവരെ മൗലികയായിട്ടാണ്. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജന നാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തിൽ റഹ്മത്ത്. ഏതാണ് ഏറ്റവും മഹത്തമായ ദിവസം? റബീഉൽ അവ്വൽ 12. ഏൽപ്പിക്കപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുരുങ്ങിയ ചരിത്രത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൗലിദ് ഓതണം, റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം, അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. ഇതാണ് പറയണത്. അല്ലാണ്ട് അന്ന് മധു പറയാൻ പാടില്ല എന്നോ, മൗലിദ് ഓതാൻ പാടില്ല എന്നോ, നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നോ അല്ല. എന്തായാലും നിങ്ങൾ ബാക്കി ഇവിടെ ബാക്കി ചെയ്യേണ്ടത് എന്താ? നബിയുടെ ചരിത്രം പങ്കെടുത്തിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാഷാ അല്ലാഹ്. അതന്നെ ചെയ്യണോ? കഴിഞ്ഞില്ല. ഇനി അപ്പുറത്ത് എന്തെങ്കിലും പിടിക്കാൻ പറ്റണ ഉണ്ടോ നോക്കാണ്. വായിക്കി. അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിനും സുന്നത്തിനെ ഹയാത്താക്കുന്നതിനും. വീണ്ടും മൗലിദ് കഴിക്കുന്നതിന്, റബീഉൽ അവ്വലിന് മദ്ഹ് പറയുന്നതിന്, റബീഉൽ അവ്വൽ കഴിക്കുന്നതിന് മഹത്താണുള്ള പഠിച്ചവരെ പറയണത്. ഏതായാലും വായിക്കി. അപ്പൊ റസൂലുള്ളാഹിനോട് സ്നേഹം വർദ്ധിക്കാനൊക്കെ അത് കാരണമെന്നാണ് വായിച്ചോണ്ട് വരുന്നത്. അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാളും മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത്. ഇപ്പൊ എന്താ പറഞ്ഞു തന്ന അവസാനം? മൗലിദിന്റെ അന്ന്, റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മദ്ഹ് പറയല് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടാവുന്നല്ല പറഞ്ഞ്. അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യണത്. ഇപ്പൊ നിങ്ങളിപ്പോ ഞങ്ങൾക്ക് എതിരെ വായിച്ചിട്ട് ഇപ്പൊ ഇതിലെന്താ ഉണ്ടായിരുന്ന എതിരെ? ഒക്കെ നമ്മൾ പറയണ മാതിരി തന്നെ നിങ്ങളെ മൗലവിമാരും എന്തായിരുന്നു പണ്ട് ഈ നബിദിനാഘോഷത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു എന്നല്ലേ ഇപ്പൊ കിട്ടിയത്.